കൃപാസന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. എൻ്റെ പേര് സ്റ്റെഫി, ഇതെൻ്റെ ഹസ്ബൻഡും മക്കളുമാണ്. ഞങ്ങൾ UK വെയിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് തന്നെയാണ്. ഇന്ന് ഞാനിവിടെ വന്നത് എൻ്റെ മൂന്നാമത്തെ കുട്ടിയുടെ സാക്ഷ്യത്തെക്കുറിച്ച് പറയാനാണ്. കാരണം 3rd ഡെലിവറി ആയപ്പോഴേക്കും കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. കാരണം 8ാം മാസത്തിലുണ്ടായിരുന്ന കുട്ടിയാണ്. പെട്ടെന്ന് 8 മാസമായപ്പോൾ പെയിൻ ഇങ്ങനെ വന്നപ്പോഴേക്കും ഞാൻ വിചാരിച്ചത് ഫേക്ക് കൺട്രാക്ഷൻസ് ആയിരിക്കുമെന്ന് വിചാരിച്ച് അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്ന്, പക്ഷേ പെയിൻ കൂടിയപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും അമ്മയും രണ്ടാമത്തെ കുഞ്ഞും കൂടി ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ മഹാരാജാസ് എത്തിയപ്പോഴേക്കും എനിക്ക് പെയിൻ കൂടി, എനിക്ക് ഒട്ടും ഡ്രൈവ് ചെയ്യാൻ പറ്റാണ്ടായി. അപ്പോഴേക്കും അമ്മയുടെ കയ്യിൽ കൊന്തയും കാശ് രൂപവും ഉണ്ടായിരുന്നു. ഇത് ഉപയോഗിച്ച് അമ്മച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അപ്പം എവിടെ നിന്നാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു ചെക്കൻ ഓടി വന്ന് അദ്ദേഹത്തിൻ്റെ ബൈക്ക് അവിടെ റോട്ടിൽ പാർക്ക് ചെയ്തിട്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കാറിൽ തന്നെ ഞങ്ങളെ റിനൈ മെഡിസിറ്റിയിൽ എത്തിച്ച് 5:30 ആയപ്പോൾ റിനൈ മെഡിസിറ്റിയിലെത്തി. 6 ആയപ്പോഴേക്കും കൊച്ച് ജനിച്ച്. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് 1 മിനിറ്റ് നിങ്ങൾ വൈകിയിരുന്ന് വെച്ചെങ്കിൽ ഭയങ്കര കോംപ്ലിക്കേഷൻ ആയതിനെ. കാരണം എൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റിച്ച് പൊട്ടും, കൊച്ചിനത് ബുദ്ധിമുട്ടാകും, അങ്ങനെയുള്ള പല കോംപ്ലിക്കേഷനും വന്നാനേ. അപ്പം അതാണ് ഞങ്ങൾക്ക് ആദ്യത്തെ സാക്ഷ്യമായിട്ട് പറയാനുള്ളത്. അടുത്ത സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കാലിലൊരാണി ഉണ്ടായിരുന്നു. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ എനിക്ക് ക്ലച്ചൊന്നും ചവിട്ടാൻ പറ്റില്ല. 1.5 വർഷമായിട്ട് ഞാൻ ഹോമിയോ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു. ഒരു ദിവസം ഞാൻ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോയപ്പോഴേക്കും എനിക്ക് പെയിൻ തോന്നിയില്ല. കാരണം പെയിൻ തോന്നിയില്ലെന്ന് മാത്രമല്ല, ഈ കാര്യത്തെക്കുറിച്ചേ ഞാൻ മറന്നുപോയി. കാരണം ഇവിടം വരെ വന്നത് അത്രയും പെയിൻ ഉണ്ടായിട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ട് ഞാൻ വന്നത്. പെയിനുമില്ല, ആ കാര്യത്തെക്കുറിച്ചേ മറന്നുപോയി. 2 ദിവസം കഴിഞ്ഞ് എനിക്ക് ഈ മരുന്നിൻ്റെ കുപ്പി, കാരണം 1.5 വർഷമായിട്ട് 5 നേരം ഒരു ദിവസം കഴിക്കുമ്പോൾ അതൊരിക്കലും മറക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ ഇവിടുന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ മരുന്ന് കഴിക്കാൻ മറന്നുപോയി. ലാസ്റ്റ് 2 ദിവസം കഴിഞ്ഞ് എനിക്ക് ബോട്ടിൽ കിട്ടിയപ്പോഴാണ് ഞാൻ ഈ കാര്യം ആലോചിക്കുന്നത് തന്നെ. കാല് ഞാൻ നോക്കിയപ്പോഴേക്കും അവിടെ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. എനിക്കൊരു പെയിനും ഇല്ല, ഒന്നുമില്ല. പൂർണ്ണമായിട്ട് എനിക്ക് ആശ്വാസം ലഭിച്ച്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഹസ്ബൻഡ് സൗദിയിലായിരുന്നു ആ ടൈമിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ സൗദിയിൽ ഇങ്ങനെ ഒരു നിയമപരമായിട്ടുള്ളൊരു കാര്യം വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആയിരിക്കും. പിന്നെ നമുക്ക് ആ കേസിൽ നിന്ന് ഊരാനും പിടിക്കാനും ഒക്കെ. അത് ഹസ്ബൻഡിൻ്റെ കീഴിലുള്ള 2 ജോലിക്കാർ ഇതേപോലെ തന്നെ അവരുടെ പേപ്പേഴ്സിൽ വന്നൊരു മിസ്റ്റേക്ക് കാരണം ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്ന അറബിക്കും അതൊരു ഇതായി. അങ്ങനെ പോലീസ് കേസായി. പെസഹാവ്യാഴത്തിൽ ഞങ്ങൾ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കണ സമയത്ത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കോൾ ചെയ്തിട്ടും പറഞ്ഞ് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലാണ് ഇങ്ങനെ കേസ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ്. അപ്പം ഞാനും എൻ്റെ അപ്പനും അമ്മയും മക്കളും കൂടി അറിയാം. കാരണം വെള്ളിയാഴ്ച സൗദിയിലൊക്കെ അവധിയാണ്, വെള്ളി ശനി കഴിഞ്ഞാൽ പിന്നെ ഞായറാഴ്ച അവിടെ പോലീസ് സ്റ്റേഷനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നീക്കുപോക്കെ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ രാത്രി 2 മണിവരെ നടമുറിയിൽ എല്ലാവരും കൂടി മാറ്റ് വിരിച്ചിരുന്ന് പ്രാർത്ഥിച്ച് 2 മണിവരെ തുടർച്ചയായിട്ട് ഞാനും മക്കളും അപ്പനും അമ്മയും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ച് 2 മണി വെള്ളിയാഴ്ച വെളുപ്പിന് 2 മണിയായപ്പോൾ കോള് വന്നേക്കണം. കേസൊന്നുമില്ല, എല്ലാം അവർക്ക് ഓക്കെ ആയി. അങ്ങനെ എന്നിട്ട് സൗദിയിൽ നിന്ന് ഞങ്ങളൊരു 3-4 മാസം അവിടെ വർക്ക് ചെയ്തിട്ടും ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. തിരിച്ച് ഇവിടെ വരാനാണെങ്കിലും UK പോകാനാണെങ്കിലും ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടും അതിൻ്റെ പേരിലുണ്ടായിട്ടില്ല. 4ാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ 2 വർഷമായിട്ട് കാനഡയിൽ പോകാനായിട്ട് ട്രൈ ചെയ്യണമായിരുന്നു. പക്ഷേ ഒന്നും നടക്കണുണ്ടായിരുന്നില്ല. പക്ഷേ ഒരു പ്രാവശ്യം ഇങ്ങനെ വെക്കേഷന് വന്നപ്പോഴേക്കും ഒരു ഫ്രണ്ട് വഴി ഞങ്ങൾക്ക് UK എന്നുള്ളൊരു ഇതേ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നില്ല. ഒരു ഫ്രണ്ട് വഴി ഇങ്ങനെ വന്ന് 4.5 മാസം കൊണ്ട് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും, പേപ്പർ വർക്ക്സും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ UK ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് ഞങ്ങൾക്ക് അവിടെ എത്താൻ പറ്റി. റെൻറ്റിന് വീട് കിട്ടാനാണെങ്കിലും ജോലിക്കാണെങ്കിലും ഒരു കുഴപ്പമില്ലാണ്ട് പറ്റി. ഞാൻ അവിടെ ചെന്നിട്ടാണ് ജോലി നോക്കിയത്. ജോലി ആദ്യം കിട്ടിയത് എനിക്ക് ഫിസിക്കലി ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ജോലിയായിരുന്നു. അതെനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞൊരു 2-3 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ BSc B.Ed ആണ് പഠിച്ചത്. എൻ്റെ ഫീൽഡിൽ തന്നെ എനിക്ക് ജോലി കിട്ടാനും ഒരു ഇൻ്റർവ്യൂ വന്ന് ആ ഇൻ്റർവ്യൂവിന് ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തപ്പോഴേക്കും ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. കാരണം എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ലായിരുന്നു ആ ടൈമിൽ. അതുമല്ല എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂമാണ്, എനിക്ക് നല്ല പേടിയും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച്
എനിക്കിങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻ്റർവ്യൂവിനെ തന്നെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് 1.25 മണിക്കൂർ ഞാനും അവിടെയുള്ള UK സിറ്റിസണായിട്ട് ഇൻ്റർവ്യൂ ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഞങ്ങൾ 2 ഫ്രണ്ട്സ് ഇരുന്ന് സംസാരിക്കണം, ആ ഒരു ടൈപ്പ് ഒരു കോൺവെർസേഷനായിരുന്നത്. എല്ലാം ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ആ സിറ്റിസൺ എന്നോട് ചോദിച്ചത്, UK വന്നിട്ട് കുറേ നാളായോ, എനിക്കെന്തോ കുറേ നാൾ പരിചയമുള്ളൊരു വ്യക്തിയായിട്ട് സംസാരിക്കണ പോലെയാണ് എനിക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഇൻ്റർവ്യൂവിന് അവർ തന്നെ വിളിക്കും. 2 ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റ് ഇൻ്റർവ്യൂ പാസ്സായി കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് എനിക്ക് സെക്കൻഡ് ഇൻ്റർവ്യൂ കിട്ടിയത്. അപ്പോൾ ആ ടൈമിൽ എനിക്കൊരു ടെൻഷൻ ഉണ്ടായി, എന്താണ് ഇവർ സെക്കൻഡ് ഇൻ്റർവ്യൂവിന് വിളിക്കാത്തത്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്കൊരു അടയാളം തന്നെ വന്നു. അപ്പോൾ UK എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ടൈം ഇങ്ങനെ ജെറ്റും പ്ലെയിനൊക്കെ പോകണമുണ്ട്, എപ്പോഴും ഇങ്ങനെ സ്കൈയിൽ മാർക്കുണ്ടാവും, ഫ്ലൈറ്റ് പോയതിൻ്റെ മാർക്കുണ്ടാവും. ഞാൻ പറഞ്ഞു, മാതാവ് എനിക്ക് പറയുന്നത് എനിക്ക് ശരിയാണെന്ന് എനിക്ക് തോന്നില്ല, എന്നാലും ഞാൻ പറഞ്ഞ്, മാതാവ് എനിക്ക് ക്രോസ് ആകൃതിയിലുള്ള ഇങ്ങനെ ഫ്ലൈറ്റ് പോകുമ്പോൾ എനിക്ക് മാർക്ക് കാണിച്ചു തന്നോ എന്ന് പറഞ്ഞു. ഞാൻ കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് തിരിച്ച് വിളിച്ചുകൊണ്ട് വന്ന വഴി ഒരു ഇറക്കമായിരുന്നു. ഇറക്കത്തിലാണെങ്കിലും പ്രാം ഉണ്ടായിരുന്നു, കുഞ്ഞ് ചെറുതായതുകൊണ്ട് പ്രാമിലാണ് കൊണ്ടുപോകണം അവിടെ. അപ്പോൾ ആ ടൈമിൽ താഴോട്ട് നോക്കിയാണ് ഞാൻ കുഞ്ഞിനെ വീഴാണ്ടിരിക്കാനും ഒക്കെ താഴോട്ട് നോക്കിയാണ് ഞാൻ പോണത്. അപ്പോൾ ആരോ ആ താഴ്ചയുടെ അവിടെ എത്തിയപ്പോഴേക്കും പെട്ടെന്ന് എൻ്റെ കഴുത്ത് പിടിച്ച് ഇങ്ങനെ പൊക്കണ പോലെ തോന്നി. ഞാൻ ആകാശത്തേക്ക് നോക്കിയപ്പോൾ വേറൊരു മാർക്കുമില്ല, കാരണം അങ്ങനെ മാർക്ക് ഒന്നുമില്ലാണ്ട് ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടുമില്ല. ഫുൾ ടൈം ഇങ്ങനെ ഫ്ലൈറ്റ് പോണതിൻ്റെ മാർക്കുണ്ടാവും. അന്ന് ഞാൻ നോക്കിയപ്പോഴേക്കും കറക്റ്റ് വലിയൊരു ക്രോസ് മാർക്കാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് ഉറപ്പായി ഇനി സെക്കൻഡ് ഇൻ്റർവ്യൂ കുഴപ്പമുണ്ടാവില്ലെന്നും. അത് കഴിഞ്ഞ് ഇൻഡക്ഷൻ വന്നപ്പോഴേക്കും എൻ്റെ മാനേജർ എന്നെ കൊണ്ടുപോയി എല്ലാ ക്ലാസ് റൂംസും കാണിച്ചത്. എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി, ടീച്ചറായിട്ട് എനിക്കവിടെ ജോലി കിട്ടി. എല്ലാ ക്ലാസ് റൂമും കൊണ്ട് എന്നെ കാണിച്ചു തന്നു. വേറെ ആരും അങ്ങനെ പുതിയതായിട്ട് വന്ന ഒരു ടീച്ചേഴ്സിനെ അങ്ങനെ കൊണ്ട് കാണിച്ചിട്ടില്ല. എല്ലാ റൂമിലും ചെന്ന് അവിടെയുള്ള ടീച്ചേഴ്സിനോട് പറയണം, ഇതെൻ്റെ ഫ്രണ്ട് സ്റ്റെഫിയാണ്, എൻ്റെ ഫ്രണ്ടാണ് പുതിയതായിട്ട് ഇവിടെ ജോയിൻ ചെയ്തതെന്നും പറഞ്ഞുകൊണ്ടാണ് എല്ലാവരെയും ഞാൻ എന്ത് മാതാവിനോട് ചോദിച്ചു, ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തന്നെയെന്ന് ചോദിച്ചുകൊണ്ടും അതേപോലെ തന്നെ അവരിങ്ങോട്ട് എന്നോട് പറയാൻ തുടങ്ങി. പിന്നത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ ഞാനിവിടെ BEd കഴിഞ്ഞപ്പോഴേക്കും 1.5 മാസം ഒരു ബോയ്സ് സ്കൂളിലാണ് ഇൻഡക്ഷന് പോയത്. അപ്പോൾ അവിടെ ചെന്ന് സൗണ്ടൊക്കെ എടുത്ത് ഭയങ്കര ഓട്ടും പഠിപ്പിക്കേണ്ടി വന്നു. കാരണം കുട്ടികളൊന്നും ഇരിക്കാണ്ടാവുമ്പോഴേക്കും നമ്മൾ സൗണ്ട് എടുത്ത് പോകുമല്ലോ. അങ്ങനെ എനിക്ക് സൗണ്ട് പോയി. 3 വർഷം ഞാൻ മെഡിക്കൽ ട്രസ്റ്റിൽ നിന്ന് 3 വർഷം ഞാൻ സൗണ്ട് വരാനായിട്ട് ഞാൻ മരുന്ന് കഴിച്ചിട്ടും വോക്കൽ എക്സസൈസ് ചെയ്തിട്ടും എനിക്ക് സൗണ്ടിന് അങ്ങനെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ ഞാൻ ഇപ്പം ഇത്ര നേരം സംസാരിച്ചാൽ തന്നെ എൻ്റെ സൗണ്ട് ഉണ്ടാവത്തില്ല. എനിക്ക് പാട്ട് പാടാൻ, പ്രാർത്ഥനയൊക്കെ ചെല്ലുമ്പോൾ എനിക്ക് പാട്ട് പാടാനേ പറ്റില്ല, പ്രാർത്ഥനയും ചെല്ലാൻ പറ്റില്ല, സംസാരിക്കാനേ പറ്റില്ല. ഞാൻ ഇങ്ങനെ മനസ്സിലാണ് കൊന്ത ചെല്ലണത് വെക്കുക. അപ്പം മാതാവിൻ്റെ വിശുദ്ധ തൈലവും തേനും ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് പിന്നീട് ആ പ്രശ്നം വന്നിട്ടില്ല. എനിക്ക് പാട്ട് പാടാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എനിക്ക് ബൈബിൾ വായിച്ച് തീർക്കാൻ പറ്റി. ബൈബിൾ വായിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് 2010 തൊട്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാരണം 2010 ഞാനും എൻ്റെ അമ്മയും ഫോട്ടോഷിൽ നിന്ന് അന്നിങ്ങനെ വണ്ടികൾ വരുമായിരുന്നു കൃപാസനത്തിലോട്ട്. അപ്പോൾ 2010 ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത്. 2010 ഇവിടെ വന്ന് ഞങ്ങൾ തിരിച്ചു പോണ വഴിക്കാണ് എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് വഴി ഞങ്ങളുടെ കല്യാണക്കാര്യം, ഹസ്ബൻഡിൻ്റെ കാര്യം, ഇങ്ങനൊരു ഫ്രണ്ട് ബ്രോക്കർ വഴി ഞങ്ങൾക്ക് വന്നത്. അപ്പോൾ 7 മാസം ഉണ്ടായിരുന്നു കല്യാണം ഉറപ്പിച്ചിട്ട് കല്യാണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ 7 മാസം കൊണ്ട് ബൈബിൾ വായിച്ച് തീർക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഞാൻ സങ്കീർത്തനങ്ങൾ വരെ എത്തി. പക്ഷേ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ വീണ്ടും ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കണോണ്ട് ടൈം കൺസ്യൂമായും പിന്നെ അതുകൊണ്ടെല്ലാം വായിക്കാൻ പറ്റാണ്ടായും എനിക്കിങ്ങനെ കുറേ. പിന്നെ അതിന് ശേഷം 3 പ്രാവശ്യം ഞാൻ വായിക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് ബൈബിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല വായിച്ചിട്ട്. അത് കഴിഞ്ഞ് ഉടമ്പടി ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയപ്പോഴേക്കും ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ച്, മാതാവ് എനിക്ക് ബൈബിൾ വായിച്ച് തീർക്കാൻ എന്നെ അനുഗ്രഹിക്കണം, എനിക്ക് വായിച്ച് തീർത്തേ പറ്റൂ, എനിക്ക് അത്ര ആഗ്രഹമായിരുന്നു വായിച്ച് തീർക്കണമെന്ന്. അങ്ങനെ ഞാൻ ഒരു അധ്യായം തുടങ്ങണതിന് മുമ്പ് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. സാധാരണ ഞാൻ വായിച്ച് 10-20 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് ഉറക്കം വരും. ഇതിപ്പോൾ അങ്ങനെയൊന്നും അല്ലായിരുന്നു. എനിക്ക് 2-3 മണിക്കൂർ, ചിലപ്പോൾ അതിൽ കൂടുതലും ഒറ്റയടിക്കിരുന്ന്, ചിലപ്പോൾ ഒരു ദിവസമൊക്കെ ഞാൻ രാവിലെയും ഉച്ചക്കും വൈകുന്നേരം ഒക്കെ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഇത്ര സമയമൊന്നുമില്ല. അങ്ങനെ എനിക്ക് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹത്താൽ എനിക്ക് അത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്ന ബൈബിൾ എനിക്ക് വായിച്ച് തീർക്കാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പിന്നെ
പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തത് പത്രം വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നെ അവിടെ അങ്ങനെ UK അങ്ങനെ നമുക്ക് പെട്ടെന്ന് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ആരെയും സഹായിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അമ്മ വഴി അയച്ചു കൊടുക്കും കാശ് ഇങ്ങോട്ട് നമ്മുടെ നാട്ടിലേക്ക് അയച്ചു കൊടുത്തിട്ട് ഇവിടെ എന്തെങ്കിലും ആരെങ്കിലും സഹായത്തിനും പിന്നെ വൃദ്ധസദനത്തിലൊക്കെ ക്യാഷായിട്ട് കൊടുക്കാനാണെങ്കിൽ അങ്ങനെ ചെയ്യാറുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലും എനിക്കും എൻ്റെ കുടുംബത്തിനും തന്നതിന് ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഇവർ ഈ കുടുംബമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഈ 3ാമത്തെ കുഞ്ഞിൻ്റെ സാക്ഷ്യവും ഒപ്പം ഉടമ്പടിയിലേക്ക് കടന്നു വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ആത്മീയവും ഭൗതികമായിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് സാക്ഷ്യം പറയാനായിട്ട് വന്നതാണ്. ഇതിപ്പോൾ 2ാമത്തെ സാക്ഷ്യമാണ്. ഇപ്പോൾ ഒരു വിശ്വാസ ജീവിതത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പേര് ഇവിടെ വിദേശത്ത് നിന്ന് അവധിക്ക് വന്ന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി സാക്ഷ്യം പറഞ്ഞു പോകുന്നൊരു ശൈലി ഇപ്പോൾ നമുക്ക് ഉടമ്പടിയിൽ പ്രാർത്ഥനയോടെ നോക്കുമ്പോൾ കാണാം. കാരണം സാക്ഷ്യങ്ങൾ നിങ്ങൾ പരിശോധിക്കുമ്പം, കാരണം അവധിക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് അമ്മയെ മാതാവിനെ വന്ന് കണ്ട് ഉടമ്പടി പുതുക്കി സാക്ഷ്യം പറഞ്ഞപ്പം ഒരു വർഷത്തെ മുഴുവൻ ദൈവിക അനുഭവങ്ങൾ അവർ അൾത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് പരിശുദ്ധമ്മ ഇടവരുത്തുന്നു. അല്ലെങ്കിൽ അത്രത്തോളം വിശ്വാസത്തെ ഇങ്ങനെ ജ്വലിപ്പിച്ച് നിർത്തുവാനായിട്ട് ഉടമ്പടി എന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു വല്ലാത്തൊരു അഭിഷേകം പരിശുദ്ധ അമ്മയുടെ വലിയൊരു സാന്നിധ്യവും നൽകിയിട്ടുണ്ട്. അതാണ് ഓരോ സാക്ഷ്യത്തിലും ഇവർ പറയുന്ന വാക്കുകൾക്കും അപ്പുറം ഇവർ കടന്നുപോയിട്ടുള്ള അനുഭവങ്ങൾ. അതിൽ ഈ ഭൗതികമായ നേട്ടങ്ങൾക്കും അപ്പുറം നമ്മൾ കാണുന്നത് ഇപ്പം വിശുദ്ധ ബൈബിളിനെ കുറിച്ചാണ് ഉള്ള പ്രതിപാദ്യമെങ്കിലും നമ്മളൊരു തീരുമാനം എടുത്തിട്ട് വായിക്കാൻ പറ്റുന്നില്ല. പിന്നീട് ഉടമ്പടിയിൽ ഒരു നിയോഗമായിട്ട് പ്രാർത്ഥനയിലൂടെ നിൽക്കുമ്പം വചനം വായിക്കുവാനുള്ളൊരു അഭിഷേകം കിട്ടിയെന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഒരു സ്പിരിച്വൽ സൈഡിലുള്ള ദൈവിക അനുഭവങ്ങളായിട്ട്. അത് ഉടമ്പടിയുടെ ഒരു സൈഡ് എഫക്റ്റ് അല്ല അതൊന്നും. ഇപ്പോൾ എല്ലാ സാക്ഷ്യങ്ങളും അവസാനിക്കുന്നത് പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും കുമ്പസാരവും എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നത് അത് സൈഡ് എഫക്റ്റായിട്ട് ഉണ്ടാകുന്നില്ല. അതാണ് ഏറ്റവും ചീഫ് എഫക്റ്റ് എന്ന് പറയുന്നത്. അത് ഒരുപക്ഷെ തുടക്കത്തിൽ നമ്മൾ അന്ന് എന്തിനു ഉടമ്പടി എടുത്തു എന്ന് ചോദിച്ചാൽ പരീക്ഷ ജയിക്കാനെടുത്തു, സ്ഥലം വിൽക്കാനെടുത്തു എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് പറയത്തുള്ളൂ. പക്ഷേ പരിശുദ്ധ അമ്മ നമ്മുടെ ഈ ചെറുതും വലുതുമായിട്ടുള്ള നിയോഗങ്ങളെ പതുക്കെ നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ പ്രവർത്തനത്തിലൂടെ അറിയിച്ചറിയിച്ച് പിന്നീട് നിങ്ങൾ എവിടെയാണോ സേഫ് ലാൻഡിംഗ് ആയിട്ട് കൊണ്ടെത്തിക്കണം. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അനുഭവവും അടയാളവും. ഇത് ഉടമ്പടിയിലൂടെ ഉണ്ടായതല്ല. കർത്താവിൻ്റെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് അപ്പം വർദ്ധിപ്പിക്കുന്നു. കുറേ പേര് പിന്നെ അപ്പം കഴിക്കാൻ വേണ്ടി മാത്രം വരും. കുറച്ച് കഴിയുമ്പോൾ കർത്താവ് തന്നെ യഥാർത്ഥ പഠിപ്പിക്കുന്നുണ്ട്. ഞാനാണ് ജീവൻ്റെ അപ്പം എന്നൊക്കെ പറയുമ്പോൾ കുറേ പേര് ഇട്ടിട്ട് പോവും. പക്ഷേ അതിനൊന്നും കർത്താവിന് പ്രശ്നമില്ല. കാരണം യഥാർത്ഥ ടീച്ചിങ്ങിലേക്ക് വരുന്നതിന് മുമ്പ് ആദ്യത്തെ വചനം പറയുന്നത് ഇങ്ങനെയാണ്: അവർ തളർന്ന് വീഴാതിരിക്കുവാൻ അവർക്ക് ഒരു അപ്പം നൽകുവാനായിട്ട് അതായത് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമുക്ക് വിശ്വാസം നഷ്ടപ്പെടാതിരിക്കുവാൻ ദൈവാനുഭവങ്ങൾ ദൈവം തൻ്റെ കരുണയിൽ നിന്ന് നൽകും. പക്ഷേ അതിൻ്റെ അനന്തരഫലം എന്ന് പറയണത് അടയാളങ്ങൾ മാത്രമായിട്ട് നിലനിൽക്കാനല്ല, യേശുവിലുള്ള വിശ്വാസം. അപ്പം ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും എല്ലാ സാക്ഷ്യത്തിൻ്റെ അവസാനം ഈ ഇദ്ദേഹത്തിൻ്റെ സാക്ഷ്യം അവസാനിച്ചതുപോലെ ഒരുപാട് ദൈവാനുഭവങ്ങളും ഒരുപാട് വ്യക്തികളുടെ കാര്യവും പറയുന്നുണ്ട്. അപ്പോൾ മാതാവിൻ്റെ വലിയ സാന്നിധ്യമായിട്ടാണ് കാണുന്നത്. പിന്നെ ഒരു ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ ചോദിക്കുന്നത് മാതാവിൻ്റെ ഒരു സാന്നിധ്യമായിട്ട് ആകാശത്ത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രകൃതി എന്ന് പറയുന്നത്, സങ്കീർത്തനം പറയുന്നത് വാനവിധാനങ്ങൾ അവിടുത്തെ മഹത്വത്തെ വിളംബരം ചെയ്യുന്നു എന്ന് പറയാം. ഒരു നക്ഷത്രമാണ് യേശുവിൻ്റെ ജനനത്തിന് വേണ്ടി ഈ ലോകത്തിന് മുമ്പിൽ അടയാളമായിട്ട് നിന്നതെങ്കിൽ ഒരു കാറ്റിനോ ഒരു നക്ഷത്രത്തിനോ മേഘത്തിനോ ഒക്കെ ദൈവത്തിൻ്റെ സാന്നിധ്യം നൽകാൻ പറ്റുമെന്നൊക്കെ ഉറപ്പായിട്ടും വിശ്വസിക്കണം. അപ്പം അതിൽ ഒരു യുക്തിക്ക് സ്ഥാനമില്ല. ഒരു വ്യക്തി ഒരു അടയാളം ചോദിക്കുന്നു, ആ സാഹചര്യം. അപ്പം ഇങ്ങനെ ഒരു വ്യക്തമായിട്ടൊരു അനുഭവത്തിൽ അല്ലെങ്കിൽ പിന്നെ സമയം കണ്ടെത്തി ആൾത്താരിൽ വന്ന് നിൽക്കത്തില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള അനുഭവങ്ങൾ പരിശുദ്ധ അമ്മ ഈ ആൾത്താരിൽ കൊണ്ടുവരാനായിട്ട് ഇടവരുത്തുന്നു. ഏറെ പ്രത്യേകിച്ച് ഈ കുടുംബത്തെ വിശ്വാസം നിലനിർത്തുവാനായിട്ട് പരിശുദ്ധ അമ്മയെ നൽകിയ എല്ലാ സാന്നിധ്യത്തെ ഓർത്തും എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്തും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം. പിന്നെ എനിക്ക് ടീച്ചറിനായിട്ട് ജോലി കിട്ടിയ സമയത്ത് ഇങ്ങനെ വൈകിയപ്പോഴേക്കും ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു. മെയ് 31 മുമ്പായിട്ട് എനിക്ക് ജോലിക്ക് കയറാൻ പറ്റണേ മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. മെയ് 30 ഒരു റെസ്പോൺസും അവിടെ നിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ മെയ് 30 4 മണിയായപ്പോഴും ഞാൻ ഫോൺ നോക്കിയപ്പോഴേക്കും ഒരു ഇതില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ പിന്നെ കിട്ടൂല അല്ലേ, അന്ന് എനിക്ക് വേറെ ജോലി തന്നാൽ മതി, മാതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് ജോലി തന്നാൽ മതി എന്ന് പറഞ്ഞു. അന്ന് രാത്രി 8:22 ആയപ്പോൾ അസിസ്റ്റൻറ്റ് മാനേജറിൻ്റെ മെസ്സേജ് എനിക്ക് ഇങ്ങോട്ട് വന്നേക്കുന്നത്: നിനക്ക് എപ്പോൾ തൊട്ട് ജോലിക്ക് കയറാൻ പറ്റും, എത്ര മണിക്കാണ് നിനക്ക് ജോലിക്ക് കയറേണ്ടത്, എല്ലാം എനിക്ക് എൻ്റെ കുട്ടികളുടെ സ്കൂളിൽ വിട്ടിട്ട് എൻ്റെ സൗകര്യത്തിനനുസരിച്ച് 8:15, 8:45, 5:45 എന്നുള്ള രീതിയിൽ എനിക്ക് മാത്രമായിട്ടുള്ളൊരു ടൈം തന്ന് ഇങ്ങോട്ട് 8 മണിക്കെന്ന് പറഞ്ഞാൽ
എല്ലാ സ്കൂളും നഴ്സറീസും എല്ലാ ഓഫീസും ഒക്കെ പൂട്ടിയിട്ടുണ്ടാവും. നഴ്സറി പൂട്ടി, എല്ലാം പൂട്ടിക്കഴിഞ്ഞാൽ അസിസ്റ്റൻറ്റ് മാനേജർ മെസ്സേജ്, നിനക്ക് എപ്പോൾ കയറണമെന്ന് ചോദിച്ചു. ഞാൻ നാളെ തന്നെ കയറിക്കോളാം, ഇന്ന ടൈമിൽ കയറിക്കോളാം എന്നും പറഞ്ഞ് ഞാൻ മെസ്സേജ്. പിന്നെ അതുമല്ല 5 ദിവസത്തേക്ക് വേണ്ടിയിട്ട് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം ഞങ്ങൾക്ക് സാക്ഷ്യം പറയാനായിരുന്നു ഇപ്പോൾ വന്നത്. അപ്പോൾ 2 ആഴ്ച മുമ്പ് എനിക്ക് ഇതേപോലെ തന്നെ ഫേക്ക് കൺട്രാക്ഷൻസ് പെയിൻ വന്നപ്പോഴേക്കും ഞാൻ ഹാഫ് ഡേ ലീവ് എടുത്ത് വീട്ടിലേക്ക് പോന്ന് കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് ഉണ്ടായി. അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, ഇനി പോണാടോ, ഇന്ത്യയിലേക്ക് പോകണം, കാരണം ഫ്ലൈറ്റിൽ വെച്ച് എന്തെങ്കിലും പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അപ്പം ഞാൻ പറഞ്ഞു, അത് കുഴപ്പമില്ല, ഞാൻ മാതാവിനോട് ചോദിക്കാം, മാതാവിനോട് പ്രാർത്ഥിക്കട്ടെ, മാതാവ് എന്താ പറയണേന്ന് നോക്കട്ടെ, മാതാവിനറിയാമല്ലോ. ഞാൻ മാതാവിനോട് ഇങ്ങനെ ചോദിച്ചു, മാതാവ് എന്ത് ചെയ്യണം, എനിക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പം മനസ്സിലപ്പം തന്നെ മാതാവ് ഇങ്ങനെ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയിക്കോ, നിൻ്റെ കൂടെ ഞാനല്ലേ ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങി. അപ്പം ഞങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് നോക്കിയാൽ ഫുൾ ആകാശമാണ് കാണുന്നത്. ഞങ്ങൾ ചെറിയൊരു കുന്നിൻ്റെ പുറത്താണ് ഞങ്ങളുടെ വീട്, ആകാശമാണ് കാണുന്നത്. ഞാൻ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞ് നേരെ കണ്ണ് തുറന്ന് ഞാൻ കർട്ടൻ മാറ്റിയാണ് ഇട്ടേച്ചത്. ചൂടൊക്കെ ആയതുകൊണ്ട് ഫുള്ള് കർട്ടൻ മാറ്റിയാണ് ഇട്ടേച്ചത്. ഈ ടൈമിൽ കണ്ടത് ജമ്മു കാശ്മീരിൻ്റെ മാപ്പാണ് ഞാൻ കണ്ടത്. കറക്റ്റ് എൻ്റെ കൺമുമ്പിൽ തന്നെ ആകാശം, നീല ആകാശം, അതിൻ്റെ അകത്ത് വൈറ്റ് മേഘത്തിൽ ജമ്മു കാശ്മീരിൻ്റെ മാപ്പാണ് ഞാൻ കണ്ടത്. അപ്പോൾ എനിക്ക് 2 പ്രാവശ്യമായിട്ട് മാതാവ് ഇങ്ങോട്ട് വന്നു എന്നുള്ള ഉറപ്പ് തന്നു. അതേപോലെ തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് എനിക്ക് 18 മണിക്കൂർ യാത്ര ചെയ്ത് എനിക്കൊരു കുഴപ്പമില്ലാണ്ട്, എനിക്ക് ഇന്ന് വരെയായിട്ടൊരു കുഴപ്പമില്ലാണ്ട് മാതാവിനെ അനുഗ്രഹിച്ച്. മാതാവേ നന്ദി, ഈശോയെ നന്ദി. കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.